കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരകൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവായൂരമ്പലത്തിൽ ഓലവായന എന്താണെന്ന് നമുക്ക് നോക്കാം. പണ്ട് തൊട്ടുള്ള ഒരു ആചാരമാണ് ഭഗവാന് ഓലവായന എന്നുള്ളത്. അത്താഴ ശീവലി കഴിഞ്ഞ് തൃപ്പുക കഴിഞ്ഞിട്ടാണ് ഓലവായന ചെയ്യുന്നത്. ഗുരുവായൂരമ്പലത്തിലെ കലവറയിൽ നിന്ന് അന്നത്തെ ആവശ്യങ്ങൾക്ക് എടുത്ത സാധനങ്ങളുടെ അളവും വിവരങ്ങളും ഓലയിൽ രേഖപ്പെടുത്തി നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാനെ വായിച്ചു കേൾപ്പിക്കുന്ന രീതിയാണ് ഓലവായന. അന്നന്നത്തെ വരവ് ചിലവ് കണക്കുകൾ ഭഗവാനെ ബോധ്യപ്പെടുത്തുന്ന ചടങ്ങാണ് ഓലവായന. പണ്ടത്തെ പോലെ തന്നെ പനയോലയിൽ എഴുത്താണി ഉപയോഗിച്ചാണ് എഴുതി ഭഗവാന് സമർപ്പിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിലെ പാരമ്പര്യ അവകാശികൾക്കാണ് ഈ ഓലവായനയ്ക്കുള്ള അവകാശമുള്ളത്. ഈ പാരമ്പര്യ അവകാശികൾ പത്തുകാര് വാര്യന്മാരെന്ന് അറിയപ്പെടുന്നു. പ്രധാനമായും 3 തറവാട്ടിലുള്ളവർക്കാണ് ഈ അവകാശമുള്ളത്. വടക്കേപ്പാട്ട്, ചൊവ്വല്ലൂർ, തിരുവെങ്കിടം എന്ന് പറയുന്ന 3 വാര്യക്കാർക്കാണ് ഈ ഓലവായനയ്ക്കുള്ള അവകാശം ഗുരുവായൂരമ്പലത്തിൽ ഉള്ളത്. ഓലവായനയ്ക്കായി ചുമതലപ്പെടുത്തിയിട്ടുള്ള പാരമ്പര്യ അവകാശിയായ വാര്യര് ഭഗവാനെ കണക്കുകൾ ഉറക്കെ വായിച്ച് കേൾപ്പിക്കുന്നു. അതിനുശേഷം ആ ഓല ഭഗവാന്റെ നടയിൽ വെച്ചിട്ടാണ് നട അടയ്ക്കുന്നത്. ഇപ്രകാരമാണ് ഗുരുവായൂരമ്പലത്തിലെ ഓലവായന. ഏവർക്കും ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.